ഹലോ, വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു കുഞ്ഞ് ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വെൽവെറ്റ് റോസ് എടുത്തിട്ടുണ്ട് കേട്ടോ, റെഡ് കളറിലുള്ളത്. പിന്നെ ബോൾ പോളൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നോർമൽ പോളൻ്റെ കൂടെ ഒരു ബോൾ പോലത്തെ ഒരു പോളിനൂടെ വരുന്നതാണ് കേട്ടോ അത്. പിന്നെ ചെറിയൊരു ക്യാൻവാസിൻ്റെ ഷീറ്റും, പിന്നെ അതുപോലെ ദേ ഇത്രയും വലിപ്പമുള്ള, അതായത് എത്രയാണ് 5.5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ, അതിൻ്റെ ഒരു അലിഗേറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞൊരു സ്റ്റോൺ ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ B7000 എടുത്തിട്ട് ഇതുപോലെ ക്യാൻവാസിൻ്റെ ഷീറ്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലവർ എടുത്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ പുറകിലുള്ള ആ ഒരു തണ്ടില്ലേ, അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ വരുന്ന ഗ്ലൂ ആണെങ്കിൽ പെട്ടെന്ന് ഒട്ടി കിട്ടുന്നുണ്ട് കേട്ടോ, ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും പെട്ടെന്ന് ഒട്ടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ബോൾ പോളൻ ഉണ്ടല്ലോ, അത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും വെച്ച് കൊടുക്കാം, ചുറ്റിലും വേണമെങ്കിലും വെച്ച് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 എണ്ണം എടുത്തതിന് ശേഷം ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാണാനും നല്ല രസമുണ്ട് കേട്ടോ ഇത്. പിന്നെ കൊച്ചു കുട്ടികളൊക്കെയാണ് പെട്ടെന്ന് വലിക്കുമ്പോഴത്തേക്കും ഊരിപ്പോരുന്ന ടൈപ്പാണ് ഈ ഒരു പോളൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഒരു തണ്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ടും ഗ്ലൂ ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലവറിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണമായിട്ട് വേണമെങ്കിൽ വെക്കാം, ചുറ്റിലും വെക്കാം, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കാം. ഞാൻ 3 എണ്ണം ഇതുപോലെ വെക്കുന്നുണ്ട്, 2 എണ്ണം ഒരേ ലെവലിലും വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത് സെൻറ്ററിൽ വെക്കുന്നത് കുറച്ചൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് സിൽവറിലും അതുപോലെ തന്നെ വേറെ കളേഴ്സിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതലും മാച്ചായി പോകുന്നത് ഗോൾഡ് തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഗോൾഡ് ആൻഡ് റെഡ് ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് തന്നെ കസ്റ്റമൈസ് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ ഇതുപോലുള്ള സ്റ്റോൺ ബട്ടർഫ്ലൈ ഒരെണ്ണം എടുക്കുന്നുണ്ട്, അതും ഗോൾഡ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇതിൻ്റെ സിൽവർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതെടുത്തിട്ട് ഇതുപോലെ ഒരു പെറ്റലിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ ഇപ്പോഴത്തെ ഗ്ലൂ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ എക്സസ് ആയിട്ടുള്ള ക്യാൻവാസ് ഷീറ്റില്ലേ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. സിസർ വെച്ചിട്ട് നന്നായിട്ട് പുറത്തേക്ക് കാണാത്ത രീതിക്ക് കട്ട് ചെയ്ത് കളയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ, ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് അലിഗേറ്റർ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ, അടിയിലൂടെ ക്യാൻവാസ് ഒന്നും വെച്ച് ഒട്ടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഇതുപോലെ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മോക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്കിങ്ങനെ വെച്ചാലേ കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ, ആ ഒരു കറക്റ്റ് ഭംഗിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അലിഗേറ്റർ എടുത്തിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വേണമെങ്കിൽ വേറെ അലിഗേറ്റേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്തൊക്കെ വെക്കാം, പെട്ടെന്ന് ഒട്ടിക്കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഫൈനൽ ഔട്ട്കം. അപ്പോൾ ഈ ഒരു ബോർഡ് കൂടെയാണ് ഞാനിത് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്